അതിൽ ഈ ഒരു സംഭവം ഞാൻ ഇന്ന് അച്ചീവ് ചെയ്തു. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങണ്ടേ എന്നൊക്കെ വിചാരിച്ചു നിന്നിട്ട് അവസാനം ഞാൻ സ്വന്തമാക്കി. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞ് തുടങ്ങാം. താങ്ക് യു ഗോഡ്, താങ്ക് യു സോ മച്ച്. എന്താ സംഭവം നമുക്കറിയാം. എന്തായാലും ഈ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാക്കേജ് ഇവിടെ റെഡിയാണ്. എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുവരെ എന്തൊക്കെ ബോക്സസ് വാങ്ങിച്ചിട്ടുണ്ടോ അതൊക്കെ അൺബോക്സ് ചെയ്തിട്ടുള്ളത് നമ്മളെ ഓവർ ഹെഡ് ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ്. ആദ്യമായിട്ടാണ് ലൈവായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ഇത് അൺബോക്സ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പെട്ടെന്നുണ്ടായ ആഗ്രഹമാണ്. എങ്കിലും ഒരു 5 മണിക്കൂറായി എനിക്ക് ഈ ബോക്സ് കയ്യിൽ കിട്ടിയിട്ട്. അപ്പം ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഹാപ്പിയും ഉണ്ട്. അത് മാത്രമല്ല കൂടെ പ്രൗഡുമാണ്. അപ്പം എന്താ സംഭവം ഇത്ര മാത്രം പറയാനുള്ളത്, നമുക്ക് എന്താ കാര്യം നോക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇതെന്താ പറയാ, ഈ ഒരു സംഭവം എടുക്കാം. കേട്ടോ, നൈഫൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം ആമസോണിലാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ സംഭവം എന്ന് കണ്ടു, അതുകൊണ്ടാണ് ഈ ഒരു എക്സൈറ്റ്മെന്റ്. കാണിച്ചേ വേണ്ടല്ലേ. സംഭവം നമുക്ക് ബില്ല് ആദ്യം കാണിച്ചെടുക്കാം. വലിയ ബില്ല. എനിക്കിതാ എങ്ങനെ ഓപ്പൺ ചെയ്യണം. ഈ സംഭവം ഇത് പറിച്ചാലേ നമുക്ക് ഈ സംഭവം കിട്ടുള്ളൂ അല്ലേ. പക്ഷേ എനിക്ക് പറിക്കാൻ തോന്നില്ല. ആക്ച്വലി സംഭവം എന്താ മനസ്സിലായില്ലേ, എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്തായാലും ഐ എം സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. കുറച്ച് നേരം ഞാനൊന്ന് സ്റ്റക്കായി പോയിട്ടോ. ഇത് എനിക്കറിയില്ല, എനിക്ക് എങ്ങനെ പറയണം എന്നൊന്നും അറിയില്ല. സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ശരിക്കും പറഞ്ഞാൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ എഡ്യൂക്കേഷനും എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ജോബും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുള്ളതൊക്കെ കൂടുതലും ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ കൂടുതലും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിരുന്നു. മേ ബി ഞാനൊരു എൻജിനീയർ ആയതുകൊണ്ടായിരിക്കാം ഇതിനോടൊക്കെ കുറച്ചും കൂടെ ക്രേസ് ഉള്ളത്. ആൻഡ് ഞാൻ എന്ത് ചെറിയ സാധനം മേടിക്കുകയാണെങ്കിൽ പോലും അത് ഒരു ഇലക്ട്രോണിക് ഐറ്റമായി മാറാറുണ്ട്. അത് എനിക്കറിയില്ല, എനിക്ക് അതിനോട് അത്രയും ഒബ്സഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇത് കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം കിട്ടിയതാണ്. കാരണം ഇത് അഫോർഡ് ചെയ്യാൻ ചെറിയ പൈസയൊന്നും പോരല്ലോ, അതുകൊണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ഞാനൊരു iPhone 13 Pro മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ അസറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് ഒരുപാട് കുഞ്ഞു സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം. ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ ഹാർട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്യാണ്. സി, അപ്പം എനിക്കിത് അൺബോക്സ് ചെയ്യണം. നമുക്ക് ഇത് പറയ്ക്കാം. പറയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഞാൻ പറഞ്ഞല്ലോ
എനിക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിംഗ് മൈൻഡ്, അങ്ങനെയൊക്കെ കണ്ടാണ് എനിക്ക് ഈ ഐഫോൺ ആണെങ്കിലും ഐപാഡ് ആണെങ്കിലും ഓൺ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആൻഡ് അതിന് ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആദ്യം തന്നെ ദൈവത്തിനോടും, പിന്നെ എൻ്റെ പാരൻസിനോടും, പിന്നെ എൻ്റെ സപ്പോർട്ടേഴ്സ്, വെൽവിഷേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്, എൻ്റെ അനിയൻ, അങ്ങനെ അത് ഏത് സ്പെസിഫിക്കേഷൻ വാങ്ങണം എന്ന് തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ഇത് വാങ്ങുന്നതിനേക്കാൾ ഉപരി അതിന് ഒരു സപ്പോർട്ട് തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആൻഡ് പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനും പഠിക്കാനും ലേൺ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, ആ ഒരു ഇഷ്ടം, ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിന് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് ഇത് ഇനി കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം അതിലേക്കൊക്കെ എനിക്ക് എത്തിച്ചത് എൻ്റെ പാരൻസ് ആണ്. അപ്പം എനിക്ക് എൻ്റെ പാരൻസിനോട് ഫസ്റ്റ് തന്നെ നന്ദി പറയണം. താങ്ക് യു പാരൻസ്, താങ്ക് യു അച്ഛനമ്മ. അത് മാത്രമല്ല, ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ കൂടുതലും എൻ്റെ അടുത്തേക്ക് ഫെമിലിയർ ആക്കിയിട്ടുള്ള എൻ്റെ ബ്രദറാണ്. ഏറ്റവും എനിക്ക് ഗ്രേറ്റ്ഫുൾ ആയി തോന്നുന്ന, ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തിട്ടുള്ളത്. അത് എനിക്ക് ഇത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ള തന്നെ ക്രിയേറ്റീവ് പേർപ്പസിനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഐപാഡ് ഈസ് മേക്കിംഗ് ആസ് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. ലൈക്ക് നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഒരു ഹെൽപ്പിംഗ് ഫ്രണ്ട് തന്നെയാണിത്. ഇതെന്തായാലും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആൻഡ് ആവശ്യമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും, റിലവൻ്റ് ആയിട്ടുള്ള കാര്യമാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെനിക്ക് ഇവിടെ പറയണം, കാരണം ഇതെൻ്റെ ലൈവ് സ്ട്രീമിംഗ് ആണ്. എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ കാര്യം, ഓപ്പൺ ചെയ്യാതെ. പിന്നെ ഇപ്പം അധികം വലിച്ചു നീട്ടണമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, നമുക്ക് ഈ ഹാർഡ് വർക്കും മാനിഫെസ്റ്റേഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഷുവർലി അട്രാക്ട് ടു ദിസ് ഡ്രീം. അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന അൺബോക്സിങ്. ആൻഡ് നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. ഈ 2 സംഭവങ്ങളാണ് നമുക്ക് പറിക്കാനുള്ളത്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ സംഭവം പറിച്ചിട്ടുണ്ട്. ആൻഡ് അത് ഒരു 80% ആൾക്കാർക്കും ഭയങ്കര ഹീലിംഗ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. ഇത് എനിക്ക് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഒരു ഡും അടിക്കുന്നുണ്ടായിരുന്നു ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് വെച്ചിട്ട് മെല്ലെ എടുത്താൽ മതി. ഞാൻ വാങ്ങിച്ച കളർ ഏതാ? നിങ്ങൾക്ക് ബോക്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? ഞാൻ മേടിച്ചിട്ടുള്ളത് പർപ്പിളാണ്. ഈ സംഭവം പറക്കുന്നത് അയ്യോ, ഒരു സ്ലേറ്റ് മാറി തോന്നുന്നു. എവിടെ പിടിച്ചാൽ ഓപ്പൺ ചെയ്യണ്ടേ? ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് തുടങ്ങാം. ഇത് അടിപൊളി കേട്ടോ. ഈ സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ ഓപ്പൺ ആക്കണ മാതിരിയുണ്ട്. Finally. Thank you so much. ഇത് ഏത് ഐപാഡാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. ഇത് എവിടെയോ ഓപ്പൺ ആക്കണ്ടേ? എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഓക്കെ, പവർ ബട്ടൺ ഇവിടെയാണ്, വോളിയം ബട്ടൺ ഇവിടെയാണ്.
ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. ബോക്സിൽ ഇനി പേപ്പേഴ്സാണ്. ചാർജർ ഉണ്ട്. ഈവൺ ഐഫോണിന് പോലും ചാർജർ. അപ്പോൾ ചാർജർ കിട്ടി. സി ടൈപ്പ് കേബിളാണ്. 90. ആക്ച്വലി ഐപാഡൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിയാണ്. ഞാനൊരു കവറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടുന്നത് മൊത്തം കിട്ടുന്ന കവർ. അപ്പം ഏകദേശം അപ്പം ശരി, ബൈ.